അല്ല, 3 വർഷത്തിൻ്റെ ഫലം ജനങ്ങൾ എങ്ങനെ വിലയിരുത്തി എന്നുള്ളത് ജൂൺ 4-ാം തീയതി വിധി വരുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. കേരളത്തിൻ്റെ ഒരു സംസ്കാരം തന്നെ മാറ്റിമറിച്ചതാണ്. തുടർഭരണം കിട്ടിയതോടെ ഉള്ള ഒരു അഹങ്കാരമുണ്ടല്ലോ, ഒരു ഭരണത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നവരുടെ ഒരു അഹങ്കാരം, ധാർഷ്ട്യം, അത് മുഖ്യമന്ത്രിയിൽ തുടങ്ങി ഏറ്റവും താഴെ തട്ട് വരെയുള്ള ബ്രാഞ്ച് സെക്രട്ടറിയിലും അത് പ്രകടമാകുന്നു. DYFIയുടെ നേതാക്കന്മാരിൽ അത് പ്രകടമാകുന്നു. അതുകൊണ്ട് തന്നെ അതിനെതിരെയുള്ള, ഞാൻ പറഞ്ഞതുപോലെ ജൂൺ 4-ാം തീയതി ഫലം വരുമ്പോൾ ജനം എങ്ങനെയാണ് ഈ 3 വർഷത്തെ വിലയിരുത്തിയതെന്ന് വ്യക്തമായി ബോധ്യപ്പെടും. കഴിഞ്ഞ തവണ ശബരിമലയൊക്കെ ഉണ്ടായിരുന്നെന്ന് അവർക്ക് പറയാം, ഇത്തവണ അതൊന്നുമില്ലല്ലോ. അതുകൊണ്ട് തീർച്ചയായിട്ടും ജൂൺ 4-ാം തീയതി നമുക്ക് അത് ബോധ്യപ്പെടുന്ന നിലയിലേക്കുള്ള ഫലമുണ്ടാകും. ഞങ്ങളങ്ങനെ ഒരു കണക്കുകൾ എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 1,48,000 ശിഷ്ടം വോട്ടിലാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി വിജയിച്ചത്. ഇത്തവണ ഞങ്ങൾ വളരെ മെച്ചപ്പെട്ട വിജയം എന്ന് ഞങ്ങൾ പറയുന്നു. ഇതിലൊരു കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടത്, വോട്ടിങ്ങിൽ ചെറിയ നേരിയ ശതമാനക്കുറവുണ്ട്. ഞങ്ങൾ പഠിച്ചിടത്തോളം അതിൽ പറഞ്ഞ നല്ലൊരു ശതമാനം LDFന് വോട്ട് ചെയ്തവർ ഇത്തവണ വോട്ട് ചെയ്തിട്ടില്ല. പിന്നെ വളരെ ആശങ്ക ഉയർത്തുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, പുതുതലമുറ, പുതിയ വോട്ടർമാർ അവർ വോട്ട് ചെയ്യാനേ വന്നിട്ടില്ല എന്നുള്ളതാണ്. അവർക്ക് ഇന്നത്തെ രാഷ്ട്രീയത്തോട് യോജിക്കാൻ സാധിക്കുന്നില്ല, അവർ വോട്ട് ചെയ്യാൻ വന്നിട്ടില്ല എന്നുള്ള ഒരു ഘടകം കൂടെ. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ വർഷം 1,48,000 രൂപയ്ക്ക് വോട്ടിന് പ്രേമേന്ദ്രൻ വിജയിക്കുമെന്ന് മുൻകൂർ പറഞ്ഞിരുന്നെങ്കിൽ ആരെങ്കിലും വിശ്വസിക്കുമായിരുന്നോ? ഇല്ല. അതൊരു തരംഗം ഉണ്ടായിരുന്നു. ഇത്തവണയും പിണറായി വിരുദ്ധ വികാരം സമൂഹത്തിൽ നിലനിൽക്കുന്നു. അത് 1.5 ലക്ഷത്തിലേക്ക് എത്തിക്കുമോ 2 ലക്ഷത്തിലേക്ക് എത്തിക്കുമോ എന്നുള്ളത് ഫലം കഴിഞ്ഞേ നമുക്കറിയാനൊക്കത്തുള്ളൂ. അതൊക്കെ നിശബ്ദമായിട്ടുള്ള, നമുക്ക് സാധാരണഗതിയിൽ അളക്കാൻ പറ്റുന്നില്ല. പക്ഷേ അത് സമൂഹത്തിലുണ്ട്. ഏത് എക്സ്റ്റെൻറ്റ് വരെ ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായി ഇപ്പോൾ പറയാൻ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ വളരെ കൺസർവേറ്റീവായിട്ടുള്ള വിലയിരുത്തൽ നടത്തിയപ്പോൾ തന്നെ വളരെ മെച്ചപ്പെട്ട അഭിമാനകരമായിട്ടുള്ള ഭൂരിപക്ഷത്തോടുകൂടി സഖാവ് പ്രേമേന്ദ്രൻ വിജയിക്കും. രാഷ്ട്രീയത്തിനൊപ്പം ഇല്ലെന്നാണ് പറഞ്ഞത്. കൊല്ലത്തല്ല, കേരളത്തിലുടനീളം നിങ്ങൾ പരിശോധിക്കുക. ഒരു വോട്ടിംഗ് ശതമാനം കുറഞ്ഞപ്പോൾ 18 മുതൽ അല്ലെങ്കിൽ 30 വയസ്സ് വരെ ഉള്ളവർ എത്ര പേര് വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പരിശോധിക്കുക. ഒന്ന് കൂട്ടപലായനമാണല്ലോ. ഇപ്പം അങ്ങനെയുള്ള കുട്ടികളില്ലല്ലോ. എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാരല്ലേ ഓരോ വർഷവും കേരളം വിട്ടു പോകുന്നു. വിദേശത്തും ഇന്ത്യ രാജ്യത്തിൻ്റെ ഇതര ഭാഗത്തുമായി പോകുന്നവരുണ്ട്. അതല്ലാതെ മത്സരിച്ച് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ 2 മുന്നണികളും എല്ലാവരും പുതിയ വോട്ടർമാരെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കും. പക്ഷേ അവരിൽ പലരും വോട്ട് ചെയ്യാൻ പോയിട്ടില്ല എന്നുള്ളതാണ് കേരളത്തിലുടനീളം കണ്ടിട്ടുള്ളത്. കോൺഗ്രസിൻ്റെ മുഖപത്രത്തിൽ വന്ന ആ വാർത്തയെക്കുറിച്ച് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പറഞ്ഞു കഴിഞ്ഞല്ലോ. പിന്നെ ഞങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നതിൽ അർത്ഥമുണ്ട്. കോൺഗ്രസിൻ്റെ തീരുമാനം പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഞങ്ങളിപ്പോൾ ഇടപെടുന്നില്ല. ഞങ്ങളുടെ മുമ്പിലേക്ക് അജണ്ട വന്നിട്ടില്ല. വരുമ്പോൾ UDF കൂടുമ്പോൾ ഞങ്ങൾ ആലോചിച്ച് ഞങ്ങളുടെ അഭിപ്രായം പറയാം. അതൊന്നും പറഞ്ഞില്ല. അങ്ങനെ ഒരു ഇല്ലാത്തൊരു വിഷയം ഞങ്ങളിപ്പോൾ ചർച്ച ചെയ്യാനൊക്കത്തില്ലല്ലോ. കേരള കോൺഗ്രസ് വരുന്നതുമായി വീക്ഷണത്തിനൊരു ലേഖനം വന്ന് അതിനെക്കുറിച്ചുള്ള കോൺഗ്രസ് പാർട്ടിയുടെ അഭിപ്രായം അവർ പ്രകടിപ്പിച്ചു. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അതിനെക്കുറിച്ച് ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. അതൊരു അജണ്ട വരുമ്പോൾ ചർച്ച ചെയ്ത് അഭിപ്രായം പറയുന്നതായിരിക്കും.